ഹായ് ഹലോ നമസ്കാരം. എബിനു ഗാർഡൻസ് ആൻഡ് സ്പൈസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ വീഡിയോയിൽ നമ്മളൊരു ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ചെറുനാരങ്ങ തന്നെ അത് ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് നന്നായി ഇളക്കി, ഉപ്പൊക്കെ അതിൽ നല്ല പെരണ്ട് വരത്തക്ക രീതിയിൽ നന്നായി ഇളക്കി ചെറുതായിട്ടൊന്ന് വെയിൽ കൊള്ളിക്കണം. ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ മതി. എന്നിട്ട് അതിൽ ചേർക്കാനുള്ള ഉപ്പ്, കായത്തിന്റെ കട്ടയാണ് ഞാൻ എടുത്തത് കേട്ടോ. കായത്തിന്റെ കട്ട വറുത്തത്, കടുക് വറുത്ത് പൊടിച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതാ കുറച്ചുകൂടെ ബെറ്റർ അല്ല, കാശ്മീരി മുളക് പൊടി തന്നെയാണ് അച്ചാറിന് നല്ലത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉലുവ വറുത്ത് പൊടിച്ചതും, ഇത് ഇത്രയും തയ്യാറാക്കി വെക്കണം. പിന്നെ ചൂടായ ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണയാണ് നല്ലത് അച്ചാറിടാൻ, നല്ലെണ്ണ ഒഴിക്കുക. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കായത്തിന്റെ ആ കട്ട ചതച്ച് വെക്കണം. എണ്ണ ചൂടായ ശേഷം കടുക് പൊട്ടിക്കുക. പിന്നെ ഉലുവയിട്ട് അത് മൂത്തതിന് ശേഷം ഇഞ്ചി ചേർക്കുക. അത് പരുവാകുമ്പോൾ വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കുക. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിൽ മൂത്ത് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് അതിനകത്ത് ലേശം അതിന് പരുവത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് നല്ലൊരു പരുവാകുമ്പോഴത്തേക്കും ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം. കാരണം ഗ്യാസ് കിടന്ന് ചൂടിനകത്തായ അതെല്ലാം അങ്ങ് കരിഞ്ഞു പോകും, മസാല ഇടുമ്പോഴത്തേക്കും കരിഞ്ഞു പോകും. എന്നിട്ട് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും കൂടെ ഒന്നൊന്നായി അതിനകത്തോട്ട് ഇടണം. ഫസ്റ്റ് കായവും ഉലുവയും കടുക് വറുത്തതും എല്ലാം, കടുകിന്റെ വറുത്ത് പൊടിച്ചതും എല്ലാം കൂടെ ചേർത്ത് അതൊന്ന് അതിന്റെ ആ മസാലയ്ക്ക് പാകത്തിനായിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് പിന്നെയും ഗ്യാസ് കത്തിച്ച് ചെറുചൂടിൽ കുറച്ച് വിനാഗിരിയും ഒഴിച്ച് നല്ല ഒരു ചെറിയ തിളവെന്ന് ഒന്ന് മിക്സ് ചെയ്ത് ആ മസാലക്കൂട്ട് നല്ല ഒന്ന് ഇളക്കി ഉപ്പെല്ലാം എല്ലായിടവും പിടിച്ച് വന്നതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയിലേക്ക് ഇട്ട് നന്നായി ഇളക്കി അടച്ചു വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം അത് ഒന്നുകൂടി എടുത്ത് മിക്സ് ചെയ്ത് അപ്പം നന്നായി കഴുകി ഉണക്കിയ നല്ലൊരു ടിന്നിലേക്ക്, തുടച്ചൊട്ടും വെള്ളമയം കാണരുത്, ടിന്നിലേക്ക് നല്ലെണ്ണ ലേശം ഒഴിച്ച് ചുറ്റിക്കണം. കാരണം എല്ലായിടവും അതിൻ്റെ എണ്ണ പകരണം അതിനകത്തുനിന്ന് അച്ചാർ അതിനകത്തോട്ട് ഇടുന്നതിന് മുമ്പേ. എന്നിട്ട് അതിലേക്ക് അച്ചാർ പകർന്നു വയ്ക്കുക. എന്നിട്ട് മുകളിലേക്കും കൂടെ കുറച്ച് നല്ലെണ്ണ വീണ്ടും ഒഴിക്കണം. അപ്പം അച്ചാർ റെഡിയാവും. പിന്നെ അതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ എടുത്ത് പകർന്നു മാറ്റി ഉപയോഗിക്കാം. കാരണം അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് നനവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പാടാണ്. കുറേശ്ശെ എടുത്ത് ചെറിയ ടിന്നിലോ ചെറിയ പാത്രത്തിലോ എടുത്ത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇത് അതേപോലെ തന്നെ ഭദ്രമായിട്ട് അടച്ചു വെക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ നാരങ്ങ വേറൊരു രീതിയിൽ അച്ചാറിടുന്നത് കാണിച്ചു തരാം. ഓക്കെ, എല്ലാവർക്കും